റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതുപോലെ തന്നെ അതിലേക്കുള്ള കോമ്പിനേഷനായിട്ടുള്ള കറിയുമൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രൗണിയുടെ റെസിപ്പിയും ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. ഇതിൽ വിപ്പിംഗ് ക്രീമും ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തന്നെ സക്സസ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ ഒരു ഓട്ടട എന്ന് പറഞ്ഞിട്ടുള്ള. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഓട്ടട എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കോമ്പിനേഷനായിട്ട് തേങ്ങാപ്പാലൊക്കെയാണ് മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറിയൊരു മുറി തേങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കഷ്ണാക്കിയിട്ടാണ്, ചിരകിയിട്ടൊന്നല്ല ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. തണുപ്പില്ലാത്ത കോഴിമുട്ട വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് പുറത്തേക്ക് വെച്ചാൽ നല്ലതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് പല റെസിപ്പികളും ഉണ്ട് കേട്ടോ. റവ മൈദയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഓട്ടട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പച്ചരിയും തേങ്ങയും കോഴിമുട്ടയൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതിന് കോമ്പിനേഷനായിട്ട് ഇതാ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട പുഴുങ്ങുന്നല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ട് ഒരു 3 കോഴിമുട്ട ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ മസാലയൊക്കെ ഇതിൽ ഈ ഒരു കോഴിമുട്ടയിൽ മുഴുവനായിട്ടും പിടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. സാധാരണ നമ്മൾ പുഴുങ്ങിയിട്ടും അതുപോലെ തന്നെ പൊരിച്ചിട്ടും ഒക്കെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഴിമുട്ട ഒഴിച്ചിട്ട് മൊത്തത്തിൽ കലക്കിയിട്ട് അങ്ങനെയും മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് തോന്നി ഇതിന്. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി വെന്ത് കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും വേപ്പിലയൊക്കെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഓട്ടപ്പം ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടാവണം. നമുക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. കണ്ടോ, ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഹോളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഹോളുകൾ വന്നാൽ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓട്ടപ്പം റെഡിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കണ്ടോ, നിറയെ ഹോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് കോമ്പിനേഷനായിട്ടുള്ള കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുട്ടക്കറിയോ ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ ഈ ഒരു അപ്പത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് തേങ്ങാപ്പാൽ മാത്രമായിട്ടും കഴിക്കാം കേട്ടോ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ അത് മാത്രം ആയിട്ടും കഴിക്കാം. അപ്പം ഞാനിവിടെ ഉപ്പിട്ടിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത്. പിന്നെ ഈ കറി കൂട്ടിയിട്ടാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്തത് ഞാനിതാ ഈ ഒരു ബ്രൗണിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല എളുപ്പമാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടിയിട്ട് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ അടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു നല്ലൊരു ബൗൾ വെച്ചിട്ട് അതിലാണ് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റും ബട്ടറൊക്കെ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ബൗൾ എന്തെങ്കിലും പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇത് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഒരു 2-3 വട്ടം അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് ഈ ഗനാഷിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല, ഒരു 1/2 കപ്പൊക്കെ മതിയാവും. ഇതിലേക്ക് ഒഴിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് പാലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഗനാഷിൽ, അതായത് നമ്മൾ ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതാ ഞാൻ ഈ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ആ ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓയിലൊക്കെ. ഇനി നമുക്കിത് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കിംഗ് പോട്ടിൻ്റെ മുകളിലേക്ക് ഒരു റിങ് ഇറക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഈ ഒരു കുക്കിംഗ് പോട്ട് ഇല്ലെങ്കിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ റിങ് വെച്ച് കൊടുത്തതിന് ശേഷം വെയിറ്റ് ഇടാതെ ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയൊരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒന്ന് ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ നേരത്തെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതൊന്ന് ഗനാഷ് ചെയ്തെടുക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ബേക്കിംഗ് ട്രേയിൽ നിന്നും മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നന്നായിട്ട് സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയ ഗനാഷ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക്. നിങ്ങൾക്ക് അങ്ങനെ ടീ കേക്കായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയും. ഉള്ളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയും നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ മോയിസ്റ്റും ആണ് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കുകയാണ് കേട്ടോ.
ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം, അതായത് ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രമൊന്നുമല്ല, ഓവണും വേണമെന്നില്ല, ബീറ്ററും വേണമെന്നില്ല, വിപ്പിംഗ് ക്രീമും വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൊന്ന് അറിയിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം, പുതിയൊരു റെസിപ്പിയുമായിട്ട്, പുതിയൊരു വ്ളോഗുമായിട്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.